കുങ്കിയാനകളൊക്കെ റെഡിയാണ്. മൈക്കോടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുങ്കിയാനകളുടെ സഹായത്തോടെ വരെ ഇതിനെ വാഹനത്തിൽ കയറ്റി ആനക്കൊട്ടിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ലിഷോയും BS ഗൂഗിളും നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. ഗൂഗിൾ, കൃത്യമായി ആന എവിടെയുണ്ട്, മയക്കുവെടി വയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ നിലവിൽ ഉള്ളത്? ദിവിഷ്, എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ തന്നെ ആന ഒരു പക്ഷേ കാണാൻ കഴിയുന്നുണ്ടാവും പ്രേക്ഷകർക്ക്. പക്ഷേ ഇത്തിരി ദൂരത്താണ് ആന, എത്രമാത്രം അത് വ്യക്തമാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ തന്നെ, കൺമുന്നിൽ തന്നെ ആനയുണ്ട്. ഈ പുഴയുടെ അക്കരെ ആനയുണ്ട്. ഇത് എണ്ണപ്പന പ്ലാന്റേഷന്റെ തന്നെ ഭാഗങ്ങളാണ്. ഈ സ്ഥലം അനുയോജ്യമായ സ്ഥലങ്ങളിൽ പെട്ടതല്ല. ആനയെ മയക്കുവെടി വെക്കാൻ ഒരു അനുകൂലമായ സാഹചര്യത്തിൽപ്പെട്ട ഒരു സ്ഥലമല്ല. ഇതിനപ്പുറത്തേക്ക് പ്ലാന്റേഷന്റെ തന്നെ റബ്ബർ കാടുകളുണ്ട്. ആ മേഖലയിലേക്ക് എത്തിയാലാണ് കുറച്ചുകൂടി അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുക. കാരണം ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു പുഴയുടെ സമീപമാണ്. അപ്പോൾ ആന മയക്കുവെടി കൊണ്ട് ഏതാനും കാരണവശാൽ ഈ പുഴയിലേക്ക് ഓടുകയാണെങ്കിൽ അത് ഈ ദൗത്യത്തെ അതിസങ്കീർണമാക്കും, അതൊരു വലിയ പ്രശ്നത്തിലേക്കും എത്തും. അതുകൊണ്ടാണ് ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഈ പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക്, അതായത് ഈ റബ്ബർ മേഖലയിലേക്ക്, റബ്ബറുകളുള്ള മേഖലയിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു അനുയോജ്യമായ സ്ഥലമായി കാണുന്നത്. അത് ഏകദേശം സമനിരപ്പിലുള്ള ഒരു സ്ഥലമാണ്, വാഹന സൗകര്യമുള്ള സ്ഥലമാണ്. ഇത്തരത്തിൽ ആനകളെ കൊണ്ട് ഇത്തരത്തിൽ ആ ദൗത്യം വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ആനയെ എത്തിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് ആന എത്തുമ്പോൾ ഡാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ഈ ദൗത്യത്തിലും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അതായത് കഴിഞ്ഞ കുറി ഈ ദൗത്യം പ്രധാനമായും നടത്തിയത് ആ പ്രദേശത്ത് എത്തിയപ്പോൾ, അതായത് റബ്ബർ മേഖലയിലേക്ക് എത്തിയപ്പോൾ, റബ്ബർ കാടിന്റെ മേഖലയിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ചാണ് ആനയെ മയക്കുവെടി വെച്ചത്. അതേ സാഹചര്യം തന്നെയാണ് ഈ നിലവിലും ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശം തീർത്തും അനുകൂലമായ ഒരു സ്ഥലമല്ല. അടുത്ത മേഖലയിലേക്ക് എത്തുമ്പോഴാണ് അതിനെ ഡാർട്ട് ചെയ്യാൻ കഴിയും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, നിരവധി വെല്ലുവിളികളുണ്ട്. കാരണം ഒന്ന്, ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു കുറി ഈ ആനയെ മയക്കുവെടി വെച്ചത്. അതിന്റെ ഒരു അതീവ ദുഷ്കരമാക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആന അവശനാണ്, തലയ്ക്ക് മുറിവേറ്റതുകൊണ്ട് തന്നെ അവശനാണ്, തലയിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് വരുന്ന സാഹചര്യം വരെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതീവമായിട്ടുള്ള ദൗത്യ സംഘത്തിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് എന്നുള്ളതാണ് ഇതിലെടുത്ത് കാണേണ്ട ഒരു കാര്യം. മറ്റു ദൗത്യത്തെ പോലെയല്ല. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് കണ്ട PT7 ആയാലും അരിക്കൊമ്പൻ ദൗത്യമാണെങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു ആനയെ മയക്കുവെടി വെക്കുക, പിടികൂടുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല സ്ഥിതി. ആന ആരോഗ്യവാനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ റിസ്കുകൾ ആ ഒരു കാര്യത്തിനുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനെ മറയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ആ വെല്ലുവിളികളെ ഉൾക്കൊണ്ട് തന്നെയാണ് ആ ദൗത്യം പുരോഗമിക്കുന്നത്. ഇപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയും നേരം, അതായത് വനം വകുപ്പിന്റെ റഡാർ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിനപ്പുറത്തായിരുന്നു ആന. ഇപ്പോൾ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലേക്ക് ആന വന്നിട്ടുണ്ട്. ഇനി സ്വാഭാവികമായും ഈ മേഖലയിലേക്ക്, ഏത് മേഖലയിലേക്കാണോ, റബ്ബർ മേഖലയിലേക്ക് എപ്പോഴെത്തുന്നു, സ്വാഭാവികമായും അപ്പോൾ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യത ആണ് നിലനിൽക്കുന്നത്. ആദ്യ ദിവസം ഞാനിപ്പോൾ കഴിഞ്ഞ ദൗത്യത്തിന്റെ സമയത്ത് സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആന നമ്മളിപ്പോൾ ക്യാമറയിൽ നിൽക്കുന്ന ആ പ്രദേശത്തായിരുന്നു ആന, ആ ചതുപ്പ് മേഖലയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് പിന്നീട് ഈ പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക് പോവുകയും അവിടെ വെച്ച് ആനയെ പടക്കം പൊട്ടിച്ച് ഈ മേഖലയിലേക്ക്, അതായത് ഈ റബ്ബർ കാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ആന ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. അങ്ങനെയാണ് ആ ദൗത്യം ഒരു ദിവസം വൈകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഏതായാലും ആനയെ ലൊക്കേറ്റ് ചെയ്യുക, അത് സ്വാഭാവികമായും എപ്പോഴാണോ ആ മേഖലയിലേക്ക് എത്തുക ആ സമയത്ത് ആനയെ മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യത. നിലവിൽ ആന നിൽക്കുന്നത് ഈ മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലത്തല്ല എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെ നിലനിൽക്കുന്നത്. പോരാത്തതിന് സമയം കൂടുന്നതും ഒരു പ്രധാന പ്രശ്നമാണ്. എപ്പോഴാണ് അനുയോജ്യ സമയം എന്ന ചോദ്യത്തിന് ഇന്നലെ അരുൺ സക്രിയ പറഞ്ഞ മറുപടി, എപ്പോഴാണോ വെളിച്ചം വീഴുന്നത് അപ്പോൾ, അതാണ് ഏറ്റവും അനുയോജ്യമായ സമയം. സമയം കൂടുന്തോറും, വെയിൽ കൂടുന്തോറും ചൂട് കൂടും. അത് ഈ ദൗത്യത്തിന് വളരെ ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദൗത്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ആദ്യം ഈ ആനയെ മയക്കുവെടി വെച്ചതൊക്കെ തന്നെ വളരെ ചൂടാകുന്നതിന് മുൻപാണ്, ഒരു 11 മണിക്കൊക്കെ മുൻപാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നീട് ഉച്ച കഴിഞ്ഞ്, അല്ലെങ്കിൽ അതാണ് അനുയോജ്യമായ സമയമായി പലപ്പോഴും ഈ ദൗത്യ സംഘം കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് ദൗത്യം എടുത്തു നോക്കിയാലും, PT7 ദൗത്യമാണെങ്കിലും അതോടൊപ്പം തന്നെ അരിക്കൊമ്പൻ ദൗത്യമാണെങ്കിലും അതെല്ലാം തന്നെ സമാനമായ സാഹചര്യത്തിലും അതിരാവിലെ, അതായത് നേരം പുലരുമ്പോൾ തന്നെ ഇത്തരത്തിൽ മയക്കുവെടി വെക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ചൂട് കൂടുന്നതിന് മുൻപ് ദൗത്യം പൂർത്തിയാക്കുക, കഴിയുന്നത്ര പൂർത്തിയാക്കുക എന്നുള്ള ഒരു കാര്യമാണുള്ളത്. ആന ഇപ്പോഴും ഈ പ്ലാന്റേഷന്റെ മേഖലയിൽ, ഈ എണ്ണപ്പനത്തോട്ടത്തിനിടയിൽ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ നിന്ന് മറ്റ് മേഖലയിലേക്ക്, റബ്ബർ മേഖലയിലേക്ക് എത്തുമ്പോഴാണ് സ്വാഭാവികമായും ഒരു അനുകൂലമായ സാഹചര്യം മയക്കുവെടിയുടെ കാര്യത്തിൽ ഉണ്ടാവുക.